ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ബീഡ്സിനെ കുറിച്ചിട്ടൊന്നും പറയാനല്ല. ഞാനിന്ന് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. ഇന്നലെ 2 ദിവസം മുന്നേ എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 1680 രൂപക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ആ ആൾ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷേ ആൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ആളുടെ ഓർഡർ ഞാൻ എടുക്കില്ലായിരുന്നു. ഒരു പേരൊന്നും ഞാൻ ഇതിൽ പറയാനൊന്നും താല്പര്യമില്ല, കാരണം ആളുടെ ഒന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല. പക്ഷെ ഉണ്ടായ സംഭവം അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്യണതാണ്. അപ്പോൾ ആൾ ഇന്നലെ 1680 രൂപക്കാണ് എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചത്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ ബീഡ്സ് എന്നോട് 500 ഗ്രാമാണ് എന്നോട് എല്ലാ ബീഡ്സും ആൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ 500 ഗ്രാമിൻ്റെ ബീഡ്സ് ഓൾറെഡി ഞാൻ എല്ലാം 500 ഗ്രാം വെച്ചിട്ടാണ് ഇറക്കിയത്. അപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തർ കുറേശ്ശെ വാങ്ങിച്ചപ്പോൾ 500-ൽ താഴെയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആളോട് അപ്പോൾ തന്നെ പറഞ്ഞ് 500 ഗ്രാം ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ ബട്ടർഫ്ലൈയുടെ ആണെങ്കിൽ ഞാനൊരു 300 ഗ്രാം ആക്കിത്തരാം, ബാക്കി എല്ലാതും ഞാൻ 250 ഗ്രാം ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആൾക്ക് 1650 രൂപ എനിക്ക് പേയ്മെൻറ്റ് ആൾ അപ്പം തന്നെ അയച്ചു തന്ന് ഒക്കെ ക്ലിയർ ചെയ്ത്. പിന്നെ ഷിപ്പിംഗ് 1 kg വരെയാണെങ്കിൽ നമ്മൾ 40 രൂപ, അപ്പോൾ 1 kgയുടെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ അവർ എന്തായാലും 80 രൂപ വാങ്ങിക്കും. അപ്പോൾ ഞാൻ ഇവരോട് 80 രൂപയും മേടിച്ച്. അങ്ങനെയാണ് അവർ അതിൻ്റെയും കൂടെ പേയ്മെൻറ്റ് എനിക്ക് അടച്ചു തന്നത്. എന്നിട്ടിപ്പോൾ ഇന്നലെ സാധനം ആളുടെ കയ്യിൽ കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞ് ആൾ വെയിറ്റ് നോക്കി. അപ്പോൾ 250 ഗ്രാം, ഞാൻ വിടുന്ന 250 ഗ്രാം ഫോട്ടോ എടുത്തില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ഫോട്ടോ എടുക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഫോട്ടോ എടുത്തില്ല. പക്ഷെ ആൾ സംസാരിച്ചപ്പോൾ ഒന്നും കുഴപ്പമില്ല, നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് വെച്ച ആളാണ്. പിന്നെ ആൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവില്ലെന്ന് ഞാനും വിചാരിച്ചില്ല. അങ്ങനെ ആൾ അവിടുന്ന് ഗ്രാം കണക്ക് നോക്കിയപ്പോൾ 250 ഗ്രാമിൻ്റെ ബീഡ്സിലൊക്കെ 248, 246. പക്ഷെ അതിലൊന്നും ആൾക്ക് പരാതിയില്ല. പക്ഷെ ഒരു ബീഡ്സ് മാത്രം 250 ഗ്രാം പറഞ്ഞത് 70 ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആളോട് ഇത് അയച്ച നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് 250 ഗ്രാം പറഞ്ഞത് ഒരു ബീഡ്സ് 70 ഗ്രാം ഉള്ളൂ, അതിൻ്റെ ബാക്കി ബാലൻസ് ഞാൻ ഇട്ട് തരാട്ടാന്ന് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വിട്ട വോയിസ് കേൾക്കാൻ പോലുള്ള മര്യാദ ആൾ കാണിച്ചില്ല. ഞാൻ വിടണ വോയിസ് ഒന്നും ആൾ അങ്ങോട്ട് കേൾക്കണില്ല. ഞാൻ ഫോൺ വിളിച്ചാലും ആൾ എടുക്കണില്ല. ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അയക്കുമ്പോൾ മാത്രം ആൾ അത് കാണുന്നുണ്ട്, ബാക്കി ഒന്നും ആൾ കേൾക്കണില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 70 ഗ്രാമിൻ്റെ ബീഡ്സ് അത് അത്ര എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള എമൗണ്ട് ഞാൻ ഇട്ട് തരാമെന്ന് ഞാൻ ആളോട് പലവട്ടം ഞാൻ പറഞ്ഞു. പക്ഷെ ആളുടെ വായിലിരിക്കണ എന്തെല്ലാം വർത്താനം ആളിങ്ങോട്ട് പറയണത്, നമ്മൾ പോലും ദഹിച്ചു പോകും. അങ്ങനത്തെ സംസാരമാണ് ആൾ സംസാരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് നന്നാവ്, ഞാൻ ആ പൈസ ഞാൻ ഭിക്ഷക്കാർക്ക് കൊടുത്തതിൽ കൂട്ടി. പിന്നെ ഒരിക്കലും നന്നാവില്ല, ഞാൻ അത്രയും കഷ്ടപ്പെട്ട പൈസയാണ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആൾക്ക് ഇത്ര അതിൽ ബാലൻസ് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇട്ട് കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ നമ്മൾ പറയാനുള്ളൊരു വോയിസ്, അത് കേൾക്കാനുള്ളൊരു മര്യാദ ആൾ കാണിക്കണില്ല. ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറക്കം കൂടെ കിട്ടിയിട്ടില്ല ഇത് കേട്ടപ്പോൾ. നമുക്ക് എന്തിനാണ് ഒരാളുടെ പൈസ? ആൾ 1680 രൂപ പേയ്മെൻറ്റ് അടച്ചത് ശരിയാണ്, 1400 സംതിങ്ങാണ് അയാൾക്ക് വന്നിട്ടുള്ളൂ. അത് നമ്മൾ കറക്റ്റായിട്ട് 250 ഗ്രാമാണ് നമ്മളിവിടുന്ന് കൊടുത്തത്. പക്ഷെ ആളവിടുന്ന് നോക്കിയപ്പോൾ 10-20 ഗ്രാം കുറവുണ്ടൊക്കെ. അത് ഞാൻ തിരിച്ചു കൊടുക്കാം, ആ പൈസ ഞാൻ കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ നമ്മളെന്താ പറയണമെന്നുള്ള വോയിസ് എടുത്ത് കേട്ടെങ്കിലല്ലേ ആൾക്ക് അത് സത്യസന്ധമായിട്ട് മനസ്സിലാവുള്ളൂ. എൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടാണ് ഞാൻ പൈസ ഇട്ട് തന്നിട്ടുള്ളത്. ഇത് കൂട്ടാനുള്ള വഴി എനിക്കറിയാം. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കില്ല എന്നോ അല്ലെങ്കിൽ തരില്ല എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ആളോട് പറയണുണ്ട്, ആ വോയിസ് ഒന്ന് എടുത്ത് കേൾക്കും, ഞാൻ അതിലെന്താ പറയണമെന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് 70 ഗ്രാം അതിൽ വന്നത്? ആ 70 ഗ്രാം വന്നത് സത്യം പറഞ്ഞ എൻ്റെ കയ്യിൽ ആ ബീഡ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ബീഡ്സാണ് ഞാൻ വെച്ചെടുത്തത്. ബാക്കിയുള്ള എമൗണ്ട് ഞാൻ ഇട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അയച്ചപ്പോൾ DTDC ആൾ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ മറക്കും ചെയ്ത് അയക്കണോടത്ത്.
എന്നിട്ട് ഞാനത് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴി അയച്ച ആൾക്കത് ഒരുപാട് ദൂരാണെന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ അതിനൊരു ഫോൺ വഴി പറഞ്ഞു കൊടുത്ത്, ഒരു കാര്യം ചെയ്തേക്ക്, നിങ്ങൾക്ക് അത്രയും ലോങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വിളിച്ച് പറയുകയും ചെയ്ത്, ആൾക്ക് പോവാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ അതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, അതെങ്ങനെയും വീട്ടിലെത്തിച്ച് കൊടുക്കുമെന്ന് ഞാൻ ഇവിടെ അയക്കുന്ന ആളോട് പറഞ്ഞപ്പോൾ അവർ നോക്കട്ടെ. അപ്പോൾ അവർ പറഞ്ഞതിനോട് ചെന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വോയിസ് ഞാൻ വിട്ട്, നിങ്ങൾ ചെന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല പരിചയമുള്ള വല്ല ഷോപ്പ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. ആ വോയിസ് പോലും ആൾ കേട്ടിട്ടില്ല. നമ്മൾ വിട്ട വോയിസിന് നമുക്ക് റിപ്ലൈ തന്നെങ്കിലല്ലേ, അതില്ല. ആളിങ്ങനെ മഴ പെയ്യണ പോലെ ഇങ്ങനെ കോരിച്ചെരിയുന്നുണ്ട്, നമുക്ക് പറയാനുള്ളൊരു ചാൻസും തരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം തന്നെ ഞാൻ വിട്ട വോയിസ് എന്താണെന്ന് കേൾക്കുക, പിന്നെ വീഡിയോ ആണെങ്കിൽ അത് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് കേൾക്കുക. നമ്മൾ വീഡിയോ ഫുള്ള് കാണാണ്ട് നമ്മൾ ഇവിടുന്ന് അയക്കും, എന്നിട്ട് അയച്ചതിന് ശേഷമാണ് ചിലവർ പറയുക വീട്ടിലേക്ക് എത്തിച്ചു തരൂല അല്ലേ. അപ്പം അതിനൊന്നും നിൽക്കണ്ട, നമ്മൾ പറയണത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കേൾക്കുന്നതിന് ശേഷം ഓർഡർ ചെയ്യാൻ നോക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കണില്ല ഓർഡർ ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം, 10 പൈസ നിങ്ങളുടെ ആരെയും പോവില്ല. നമുക്ക് അങ്ങനെ ഒരാളിനെ പറ്റിച്ചിട്ടുള്ള 10 പൈസ പോലും വേണ്ട. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്, ഒരുപാട് ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നവരുണ്ട്, ഒരുപാട് എമൗണ്ടിന് സാധനം എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളവർ മതി. ഈ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് ചാടിയതാണ്, പക്ഷെ അത് ഇത്രയും വലിയൊരു വണ്ടി വിലയാവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. ആർക്ക് 10 പൈസ തരാനുണ്ടെന്നുണ്ടെങ്കിലും ഞാനത് ഇവിടെ എഴുതി വെക്കും, പിന്നീടാണെങ്കിലും ഞാനത് റിട്ടേൺ ഇട്ട് തരും. ഈ ആൾക്ക് ഞാനത് റിട്ടേൺ ഇട്ട് കൊടുക്കും, പക്ഷെ ആൾ നമ്മൾ എന്തുകൊണ്ടാണ് 70 ഗ്രാം അതിൽ വെച്ചതെന്ന് പറയാനുള്ളൊരു ചാൻസ് ആൾ സമ്മതിക്കണില്ല. ആൾ പറയണത് എല്ലാത്തിൽ നിന്നും ഊറ്റിയെടുത്ത്, ഇങ്ങനെയാണ് ആൾ പറയണത്, എല്ലാത്തിൽ നിന്നും ഊറ്റിയെടുത്ത് ഓരോ ഗ്രാം 10 ഗ്രാം 20 ഗ്രാമൊക്കെ ആയിട്ട് ഓരോന്നൊന്നും ഊറ്റിയെടുത്തു. ആ കൂട്ടത്തിൽ 70 ഗ്രാമിൻ്റെ എടുത്തെന്ന് ഞാൻ വിചാരിച്ചോളാം. ഞാൻ വല്ല ഭിക്ഷക്കാർക്ക് കൊടുത്തതിൽ കൂട്ടി, ഈ കയ്യും കാലൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുത്തതിൽ കൂട്ടി, നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടി. നിങ്ങളതുകൊണ്ട് നന്നാവില്ല. നിങ്ങൾക്ക് ഈ വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴി ചിലവാകും. ഇതൊക്കെയാണ് പറയണത്. എന്തിനാണ് നമ്മളിങ്ങനെ ശപിക്കുന്നത്? നമ്മളൊരാൾക്കും ഒരു ശല്യത്തിനും വരുന്നില്ല, നമ്മളെ കയ്യിലും ഒരുപാട് പൈസ ഒന്നുമില്ല. നമ്മളും കിട്ടണോണ്ട് കുറേശ്ശെ സാധനങ്ങൾ ഇറക്കിയിട്ട് അന്നന്ന് കിട്ടണോണ്ട് അന്നന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാർ തന്നെയാണ് ഞാനും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും അറിയാലോ ഓരോ സാധനം വാങ്ങണതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വർത്തമാനമൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പം എന്തായാലും ആൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, കണ്ടാലെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നെ വാട്സപ്പും ബ്ലോക്ക് ചെയ്ത് ഗൂഗിൾ പേയിലേക്ക് അവരെ എമൗണ്ട് അയച്ചു കൊടുത്തതിന് ശേഷം ഗൂഗിൾ പേയും ആൾ ബ്ലോക്ക് ചെയ്ത്, വാട്സപ്പും ബ്ലോക്ക് ചെയ്ത്. എനിക്ക് അങ്ങോട്ട് വിടാനുള്ളൊരു എല്ലാ ഇതും ആളടച്ച്, എന്നിട്ട് ഞാൻ എന്നെ കുറ്റക്കാരിയായിട്ട് ചുമത്തുകയും ചെയ്തു. അതാണ് ആളുടെ ഉദ്ദേശം തോന്നുന്നുണ്ട്. എന്തോ ഒരു ഉദ്ദേശത്തിൽ വന്നിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്തോ അതിൽ കുറ്റപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് നിന്ന ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങളായി ഇന്നേ വരെ എന്നോടൊരു കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല, അതിനുള്ള ഇടം ഇതുവരെയും വരുത്തിയിട്ടില്ല. പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി. ഇതാളെന്തായാലും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും, അതുപോലെ ഇൻസ്റ്റഗ്രാമില്ല, വാട്സപ്പ്, അതുപോലെ നമുക്ക് പറയാനുള്ളൊരു അവസരമായിരുന്നു. പിന്നെ ഗൂഗിൾ പേ, അതെല്ലാം ആൾ ബ്ലോക്ക് ചെയ്ത്. പിന്നെ എനിക്ക് ആളോട് പറയാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റണില്ല. പിന്നെ ഞാൻ വേറൊരു ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴും ആൾ എടുക്കണില്ല. അപ്പോൾ എന്തോ ആളുടെ കയ്യിൽ എന്തോ തെറ്റുള്ള കാരണമല്ല ആൾ ഫോൺ വിളിച്ചാലും വാട്സപ്പൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിലല്ലേ ഞാനിതൊക്കെ ചെയ്യുക. അപ്പോൾ ആളുടെ കയ്യിൽ തെറ്റുണ്ടായതുകൊണ്ടല്ല ആൾ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നമുക്കൊരു അവസരം തരാതിരുന്നത്. അപ്പം അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. എന്തായാലും വീഡിയോ കാണാതിരിക്കില്ല. ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ നമ്പർ എടുത്തിട്ടാണ് ആളെനിക്ക് ഓർഡർ തന്നത്. എന്തോ ഭയങ്കര വിഷമം, കാരണം നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു കസ്റ്റമറും നമ്മളോട് ഇതേവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമമായി. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലേ, ആളുടെ വോയിസ് എൻ്റെ കയ്യിൽ കേൾക്കുന്നുണ്ടല്ലോ, അതെന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയൊരു കുറ്റം നമ്മൾ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് നിങ്ങളോട്
ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ 10 പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോവില്ല കേട്ടോ. നമുക്ക് അങ്ങനത്തെ പൈസ വേണ്ട. എല്ലാവരും അധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ച് അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരും. എനിക്കിഷ്ടമല്ല ഇങ്ങനെ സാഡായിട്ടുള്ള വീഡിയോസ് ഇടുന്നതും നിങ്ങളോട് അത് പറയണതും. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ കസ്റ്റമർ അറിയില്ല. ഇപ്പോൾ ഒരുപാട് നല്ല കസ്റ്റമറും ഉണ്ട്. അതിൽ 1-2 പേര് മാത്രമാണ് കുറച്ചൊരു മുഷിപ്പുള്ള ആൾക്കാരുള്ളൂ. ബാക്കിയുള്ള എല്ലാ കസ്റ്റമറും കുഴപ്പമില്ലാത്ത കസ്റ്റമറാണ്. എത്ര ദിവസം വേണമെങ്കിലും അവർ വെയിറ്റ് ചെയ്യും. ഇതിനൊന്നും കുഴപ്പമില്ല. അവർക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് സാധനം കിട്ടും ചെയ്യും, പക്ഷേ പൈസ പോവില്ല എന്നറിയാം. ഒരുപാട് തവണ എടുക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ ദിവസങ്ങളായിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. കാരണം സാധനം വന്നിട്ട്